ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം എന്തെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ജീവിത ചരിത്രവും അവൻ്റെ ഉപദേശത്തിലും കൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലായിട്ട് തീരും. കാരണം എന്താണ്, ഇന്ന് 100 അല്ലെങ്കിൽ ആയിരക്കണക്കിന് പറഞ്ഞാലും അതിനകത്ത് അതിശയോക്തിയില്ല. വ്യത്യസ്തമായിരിക്കുന്ന ഉപദേശങ്ങൾ കൊണ്ട് ക്രിസ്തീയ കൂട്ടായ്മകൾ നിറഞ്ഞിരിക്കുകയാണ്. ഒന്നൊന്നിനോട് ചേരുന്നുമില്ല. ഒന്നിനും എന്താണ് ബൈബിളുമായിട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എന്താണ് താരതമ്യം ചെയ്യുമ്പോൾ യോഗ്യമായിട്ട് തീരുന്നതുമില്ല. ഓരോ വ്യക്തികളും തൻ്റെ ഹൃദയത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ ആലോചനകളെ പറയുമ്പോൾ അത് മനുഷ്യന് ഇഷ്ടമാണെങ്കിൽ മനുഷ്യനെ അംഗീകരിക്കുന്നു, മനുഷ്യന് ഇഷ്ടമല്ലയോ അവനെ തിരിച്ചു കളയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നോ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നോ നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറില്ല. പണ്ട് യെശയ്യാവ് അത് വിളിച്ച് പറഞ്ഞിരുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും ഉയർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ മാനുഷിക വിചാരങ്ങളുമായിട്ട് ഒരിക്കലും ഒത്തുചേരുന്നതല്ല. എന്നാൽ ദൈവം നമ്മുടെ വിചാരങ്ങളിലേക്കും നമ്മുടെ ഇഷ്ടങ്ങളിലേക്കും ഇറങ്ങി വരുന്നവനുമല്ല. പിന്നെയോ നാം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് കയറിപ്പോയിട്ട് ദൈവത്തിൻ്റെ നമ്മുടെ ഇഷ്ടം ദൈവത്തിൽ ഒന്നായിട്ട് തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഭൗമികരാണ്, ഭൗമികമായിട്ട് നശിച്ചു പോകും. എന്നാൽ സ്വർഗീയമായിരിക്കുന്നവരെയോ ഒരു കാലവും നശിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. നോക്കുവിന് നാളെ ലോകാവസാനത്തിന് ശേഷവും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായതുകൊണ്ട്, ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ ഭൂമിയിൽ നശിച്ചു പോകുന്നതും ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക്, നശിച്ചു പോകുന്ന ഇഷ്ടങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരത്തില്ലെന്നും, എന്നാൽ ഒരിക്കലും നശിച്ചു പോകാത്ത ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് മനുഷ്യർ കയറി ചെല്ലണമെന്നും ദൈവം ആഗ്രഹിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹായെ ദൈവം ആ ഉപദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞ വ്യക്തി താൻ പൗലോസ് അല്ലാതിരുന്ന കാലത്ത്, ശൗൽ എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ ഇഷ്ടം ചെയ്തിരുന്ന കാലത്ത് അവൻ ഏറ്റവും വെറുപ്പ് എന്താണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ്. കാരണം എന്താണ്, ന്യായപ്രമാണവും യേശുക്രിസ്തുവിൽ വിശ്വാസവും തമ്മിൽ ശത്രുത്വമാണ് എന്നൊരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ന്യായപ്രമാണത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ന്യായപ്രമാണ സംബന്ധമായിട്ട് നമ്മൾ മരിച്ചിട്ടല്ലാതെ നമ്മൾ ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് വരുവാനും കഴിയത്തില്ല. അത് മറ്റൊരു ഉപദേശ വിഷയമാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം, അത് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, എന്നാൽ പൗലോസ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. എന്താണ്, താൻ ആയിരിക്കുന്ന ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ട് യഹോവയായിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന മോശെ മുഖാന്തരം തന്നിരിക്കുന്ന ന്യായപ്രമാണത്തിൽ വിശ്വസ്തത കാണിച്ചവനാണ്. ഈ പൗലോസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്, അമ്മയുടെ ഉദരം മുതൽ എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചെന്ന് അവൻ ഇവിടെ സാക്ഷ്യം പറയുമ്പോഴേ, പ്രിയപ്പെട്ടവരെ, അവൻ എന്താണ്, ഓർമ്മ വെച്ച നാൾ മുതൽ അവനായിരിക്കുന്ന എന്ത് ഉത്തരവാദിത്തം എടുത്താൽ അവൻ വിശ്വസ്തനായിരുന്നു. അവൻ ന്യായപ്രമാണം പഠിച്ചു, അതിലവൻ വിശ്വസ്തനായിരുന്നു. ഒരിക്കലും അവൻ അതിനെ എന്താണ് കളങ്കമാക്കിയില്ല, അതിനകത്ത് അവൻ വെള്ളം ചേർത്തതുമില്ല. ഇതൊക്കെ ക്രിസ്തുവിലേക്ക് വന്ന നാളിൽ അല്ലെങ്കിൽ ദൈവം അവനെ വിളിച്ച് വേർതിരിപ്പാൻ ഒരു കാരണവും കൂടിയായിട്ട് ആയിത്തീർന്നതാണ്. അപ്പോൾ അങ്ങനെ അവന് ദമസ്കോസിലേക്ക് പോവുകയാണ്. ആ ശൗൽ എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിന് വേണ്ടി ജീവിക്കുന്ന, ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നവൻ, അവിടെയുള്ള വിശ്വാസികളെ, ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവരെ അവിടുന്ന് തടവിലാക്കി കൊണ്ടുവരുവാനും അവരിൽ ചിലരെ കൊന്നുകളയുവാനും ഇവിടെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം, യേശുക്രിസ്തുവിനെ കൊന്നിട്ടും കയ്യഫാവിനൊന്നും കൊണ്ട് തൃപ്തി വരുന്നില്ല, അവനിൽ വിശ്വസിക്കുന്ന സകലരെയും മുടിച്ചു കളയണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ട് ഈ പൗലോസിനുള്ള അധികാരപത്രം കൊടുത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. അവൻ ദമസ്കോസിന്റെ പടിക്കൽ ചെന്നപ്പോൾ പക്ഷെ കർത്താവ് സർവ്വശക്തിയുള്ള ദൈവമല്ലയോ, അവന്റെ ഹൃദയനിർണയപ്രകാരം അല്ലാതെ ഭൂമിയിൽ എന്തെങ്കിലും നടക്കുമോ? വ്യക്തിപരമായിട്ട്, സാമൂഹ്യപരമായിട്ട്, രാജ്യപരമായിട്ട്, പ്രിയപ്പെട്ട ചക്രവർത്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അധികാര പരിധിയിൽപ്പെട്ടതായതുകൊണ്ട് അവനാണ് അത്യന്തമായിരിക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ആ ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് വലിയൊരു വെളിച്ചം അവന്റെ മേൽ മിന്നുകയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വേഗത്തിൽ വായിച്ചു കേൾപ്പിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അപ്പൊ യെരുശലേമിലുള്ള യഹൂദന്മാരുടെ പള്ളികളിലെ അവിടെയുള്ള പുരോഹിതന്മാരുടെ കരങ്ങളിൽ ഈ കത്ത് കൊടുത്തു കഴിഞ്ഞാൽ, മഹാപുരോഹിതൻ കൊടുത്ത കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഉത്സാഹിച്ച് ആ പള്ളികളിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാനസാന്തരപ്പെട്ടവരെ അവർ തന്നെ പിടിച്ച് കയ്യിലോട്ട് കൊടുത്തോളും. അതിന് ശൗൽ അവരെ കൊല്ലുവാനോ അവരെ എന്താണ് യെരുശലേമിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ തടവിലാക്കാനുള്ള അധികാരവും ആർക്കൊണ്ട് ശൗലിനുണ്ട്. ഇത്ര ഉന്നതമായിരിക്കുന്ന അധികാരവും പദവിയും ഏറ്റുകൊണ്ടാണ് ഈ ക്രിസ്തു വിശ്വാസികളെ ദണ്ഡിപ്പിക്കാനായിട്ട് അവൻ രാജാവിനെ പോലെ കടന്നു ചെല്ലുന്നത്. പക്ഷേ
അവൻ പ്രയാണം ചെയ്ത് ദമോസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. നോക്കിയാ, ഈ വലിയ താശത്തോടുകൂടി, കാരണം താൻ തന്നെയാണ് രാജാവ് എന്നുള്ള ബോധത്തിലാണ്. ഞാൻ ദൈവത്തിന്റെ ഒരു വലിയ ആളാണ്, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ചെന്നിട്ടില്ലെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അവൻ അറിവില്ലായ്മയാണ് അത്. അതുകൊണ്ട് പൗലോസ് പിന്നെ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കും. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം എന്താണ് ലക്ഷ്യമാക്കാതെ ഇപ്പൊ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു എന്നൊക്കെയും പൗലോസ് അഥേനയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ അത് യഥാർത്ഥമായിട്ടും പ്രിയപ്പെട്ടവരെ ഈ അനുഭവത്തിൽ നിന്ന്, തൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടി തന്നെയാണ് ഈ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവൻ ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് ഒരു വെളിച്ചം അവൻ്റെ മേൽ മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദവും കിട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറഞ്ഞു. അപ്പം എന്താണ്, ആ വലിയൊരു പ്രകാശം തൻ്റെ മേൽ മിന്നി. താൻ എന്താണ് നിലത്ത് വീണു. നിലത്ത് വീണിട്ട് എന്താണ്, താന് അവിടുന്ന് അവിടെ വെച്ച് അവനോട് പറയുന്നുണ്ട്, നീ എഴുന്നേറ്റിട്ട് നീ ആരാകുന്നു കർത്താവൻ ചോദിച്ചാൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാൻ. അയ്യോ, യേശുവിനെ പൗലോസ് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരിടത്ത് പോലും നമ്മൾ വായിച്ചിട്ടില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ട, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഒരുവൻ തല്ലുകയോ കൊല്ലുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യുമ്പോൾ അവൻ ആ വ്യക്തിയല്ല, അവൻ ഏത് നാമം പേറിയിരിക്കുന്നുവോ ആ നാമത്തിനെതിരാണ് അവന് യുദ്ധം ചെയ്തത്. ഇപ്പം ഞാനൊരു സുവിശേഷകനായിട്ട് തെരുവോരകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്നോട് ആർക്കും വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ എന്നെ തല്ലിയിട്ടുണ്ട്, എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, നിരന്തരം ചീത്ത വിളിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അതെന്നെയല്ല പ്രിയപ്പെട്ടത്. ഞാൻ ആരെ പ്രസംഗിക്കുന്നുവോ, ഞാൻ ഏത് നാമം ധരിച്ചിരിക്കുന്നുവോ ആ നാമത്തിനെതിരെയാണ്, അത് സത്യദൈവത്തിനെതിരെയാണ്, സുവിശേഷത്തിനെതിരെ ആൾക്കാർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നീ ഒന്നും മിണ്ടണ്ട, ഇനി എഴുന്നേറ്റ് അങ്ങോട്ട് പോയാൽ മതി, ദമസ്കോസിലോട്ട് ചെല്ല്, അവിടെ വെച്ച് ഞാൻ നിന്നോട് കൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് കൂടെ കുറച്ച് ആൾക്കാരും കൂടെ വലിയ ഉന്നത ഭാവത്തിൽ കുന്തവും വാളും പരിചയൊക്കെ ആയിട്ട് കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എന്താണ് ഈ കാര്യങ്ങളെ ശബ്ദം കേട്ടുവെങ്കിലും അവൻ മറ്റുള്ളവരൊന്നും കാണാതെ അവർ മരവിച്ചു. എന്താണെന്ന് അവർക്ക് അത്ഭുതം കൊണ്ട് അവർ നിറഞ്ഞു നിൽക്കുകയാണ്. ശൗൽ നിലത്ത് എഴുന്നേറ്റ് കണ്ണ് തുറന്നപ്പോൾ, പക്ഷേ ശൗൽ എന്താണ് അവിടെ നിന്ന് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞൊക്കെ എഴുന്നേറ്റപ്പോൾ കണ്ണ് കാണാൻ മതിയായത്. അവൻ്റെ ലോകപരമായിരിക്കുന്ന കാഴ്ച നഷ്ടപ്പെട്ടു പോയെന്ന് മറ്റൊരു വിധത്തിൽ പറയാം. അവിടുന്ന് എന്താണ് തൻ്റെ സ്നേഹിതന്മാർ എന്താണ് എല്ലാവരെയും കൊന്നുമുടിക്കാനായിട്ട് എന്താണ് ആർപ്പോടും ആരോത്തോടും വന്നിരിക്കുന്ന ഈ കൂട്ടം ഇപ്പോഴെന്താണ് നിരാശാമുഖമായിട്ട് എന്താണ് തലകളെ കൊമ്പിട്ടുകൊണ്ട് അവർ ദമസ്കോസിലേക്ക് വീണ്ടും യാത്ര ചെയ്യുകയാണ്. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയും കുടിക്കുകയോ ചെയ്യാതെയും വരുന്നു. ദമസ്കോസിൽ ചെന്നിട്ട് 3 ദിവസം ഇദ്ദേഹം അന്ധനായിട്ട് തീർന്നു, കുടിച്ചുമില്ല കഴിച്ചുമില്ല. എന്തൊരു അനുഭവം ഓർത്തു നോക്കിയേ. അപ്പോൾ എന്താണ്, ഏത് അഹങ്കാരികൾക്കും ഏത് ഉന്നത ഭാവമുള്ളവർക്കും ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊരു കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിനക്ക് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരാം. എന്നാൽ ദൈവം നിന്നെ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് നീ എന്ത് പ്രവർത്തിച്ചിട്ടും ദൈവം നിന്നോട് സംസാരിക്കുന്നില്ല, ദൈവം നിന്നെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ സർവ്വനാശം നിന്നെ കാത്തിരിക്കുന്നുള്ള കാര്യം എൻ്റെ ഈ പ്രസംഗിക്കുന്ന ആരെങ്കിലും സുവിശേഷ വിരോധികൾ കേട്ടുകൊള്ളണം. നീ സുവിശേഷ വിരോധികൾക്കെതിരെ സുവിശേഷത്തിന് വിരോധമായിട്ട് നിങ്ങൾ അസാധാരണമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടും ദൈവം നിന്റെ മേൽ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എങ്കിൽ ദൈവം തന്നെ സത്യദൈവം ക്രിസ്തുവിനെ പറ്റി ഞാൻ പറയുന്നത്. നീ ഭയപ്പെട്ടോണം, ഞാൻ നശിച്ചു പോവുകയാണ്, നരകത്തിലേക്ക് പോവുകയാണ്, ദൈവം എന്നെ വീണ്ടെടുക്കുവാൻ വരുന്നില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിനെതിരെ സംസാരിക്കുന്നവർ, സുവിശേഷത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, നിങ്ങൾ ഏത് ഉന്നതനായാലും ശരി, നിന്നെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്, യേശു ക്രിസ്തു ഉണ്ടെന്ന്, അവൻ ജീവനോടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. എന്നിട്ട് പറയാണ്, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. അപ്പോൾ അനന്യാസ് എന്ന് പറഞ്ഞ ഒരു കർത്താവിന്റെ ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അപ്പോൾ പൗലോസിന് ഈ അനുഭവങ്ങൾ കൊടുത്തതിന് ശേഷം ദൈവം അനന്യാസിനോടും ആത്മാവിൽ സംസാരിക്കുകയാണ്. ഇതാ ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, നീ ഇവിടുന്ന് എഴുന്നേറ്റ് തർസോസിൽ ചെന്നിട്ട് അനന്യാസിനെ വിളിച്ചിട്ട് പറയാണ് കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായിരിക്കുന്ന ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് എഴുന്നേറ്റ് യൂദയുടെ വീട്ടിൽ ചെല്ലുക, അവിടെ തർസോസുകാരനായിരിക്കുന്ന ശൗൽ ഒരുവനുണ്ട്, നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടുമിരിക്കുന്നു. അപ്പോൾ എന്താണ്, നീ അവിടെ ചെല്ലുന്ന കാര്യം ഞാൻ അവൻ്റെ ദർശനത്തിൽ കാണിച്ചിട്ട് അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ദൈവം എത്ര കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിന് അനന്യാസ് ചില മുട്ടാത്തർക്കൊക്കെ പറയണം, കർത്താവ് ഇവന് ഞങ്ങളെ ഉപദ്രവിച്ചവനാണ്, നിന്റെ ദാസന്മാരെ ഉപദ്രവിച്ചവനാണ് എന്നൊക്കെ പറയുമ്പോഴേ കർത്താവ് പറയാണ്, നീ പോകുക,
അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ പറഞ്ഞ അനുസരിക്കുക. നീ നിന്റെ ജനത്തെ അല്ലെങ്കിൽ എൻ്റെ ജനത്തെ അവൻ ഉപദ്രവിച്ചുകൊണ്ട് സത്യം തന്നെ. പക്ഷെ ഞാൻ ഇപ്പോഴവനെ വിളിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. നീ ചെന്ന് ഞാൻ പറയുന്നത് മാത്രം ചെയ്യുക. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു ഞാനും അവനും തമ്മിൽ അത് പൗലോസുമായിട്ട് ഇനി ഞാൻ സംസാരിക്കും. നിന്നോട് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ ചെന്ന് അവൻ്റെ മേൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അനന്യാസ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ കുറെ നാൾ പാർത്തു. നോക്കി പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പൗലോസിന്റെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ ക്രിസ്തുവേശുവിലുള്ള പുതിയ നിയമത്തിന്റെ ഒരു ക്രിസ്ത്യാനിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെടുന്നത് ഈ സ്നാനത്തിലാണ്. നോക്ക്, പിന്നെ നിങ്ങൾ പലപ്പോഴും പാട്ട് പാടാറുണ്ട്. എന്താണ്? പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ട് ഇദേവം. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു പള്ളിയുടെ പെരുന്നാളാണ്, അതിന്റെ ഈ പാട്ടുകൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. എന്താണ്? പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ട് ഇദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്ന ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ഒരു ദൂതനാകട്ടെ നിങ്ങളോട് മറ്റൊരു സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ നോക്കിയാൽ പൗലോസിന്റെ ഒന്നാമത്തെ അനുഭവം എന്താണ്? ക്രിസ്തുവേശുവിന് വിരുദ്ധമായിട്ട് ജീവിച്ചെങ്കിലും അവൻ ഒന്നാമത്തെ കാര്യം മാനസാന്തരപ്പെട്ടു. രണ്ടാമത്തെ കാര്യം അവൻ സ്നാനമേറ്റു. അവിടെ മുതലാണ് പൗലോസിന്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടണം, രണ്ടാമത് നിങ്ങൾ സ്നാനമേൽക്കണം. അവിടെ മുതലാണ് യേശുക്രിസ്തുവിലുള്ള ക്രിസ്തീയ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. ഇതാണ് പൗലോസ് ശ്ലീഹയുടെ ക്രിസ്തീയ സുവിശേഷത്തിനുള്ള യേശുക്രിസ്തുവിന്റെ തന്റെ ജീവിതത്തിന്റെ ആദ്യ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു അനുഭവത്തിലേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്നേ വരെ വന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക.